നീ എന്തായാലും ഇവിടെ ഞാൻ വർക്ക് കഴിഞ്ഞ് ഫിലിമൊക്കെ പോയിട്ട് വന്നേടാ. ഏത് പടം? ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നം. ഭാരത് പറയാൻ പാടില്ല, ഒരു സർക്കാർ ഉൽപ്പന്നം. നീ അറിഞ്ഞില്ല അതൊന്നും? കാര്യം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലടാ. ഞാൻ സംഭവം മറ്റേ നമ്മുടെ അതിന്റെ ആക്ടേഴ്സ് ഇല്ലേ, ആക്ട്രസ് ഞാനിങ്ങനെ ഒരു ഇത് കണ്ടായിരുന്നു, ചെറിയൊരു ഇൻസ്റ്റാഗ്രാമിൽ എന്തോ വീഡിയോ ഉണ്ട്, പോസ്റ്ററിന്റെ മേളില് ഭാരത് എന്നുള്ളത് ഒട്ടിച്ചിട്ട് ആ പെണ്ണ് പറയുന്നുണ്ടായിരുന്നു ഭാരത് എന്നുള്ള ഇതിങ്ങനെ ഒട്ടിക്കുന്നതിന് എനിക്കെന്തോ ഒരു വിഷമമുണ്ട്. എന്താണ് അങ്ങനെ എന്തെങ്കിലും സീൻ ഉണ്ടാവില്ലേ? ഇപ്പൊ നമുക്കിപ്പോ ഭാരത് സർക്കാർ ഉണ്ടെങ്കിലും സർക്കാർ ഉൽപ്പന്നായാലും അത് പ്രത്യേകിച്ച് അതിനൊന്നും വലിയ ഫീൽ ചെയ്യണമെന്നില്ല നമുക്ക്. അതിന്റെ അത് ജസ്റ്റ് ഒരു പേരല്ലേ, പേരിൽ വലിയ കാര്യമൊന്നുമില്ല ഒരു കാര്യം. എന്തിനാണ് പേര് മാറ്റിയെന്ന് ഞാനിപ്പോഴും ആലോചിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ആ പേരിലെന്തോ ആ പടത്തില് മീൻസ് സർക്കാരിന്റെ ഒരു കാര്യം അതിൽ പിച്ച് ചെയ്തിട്ട് അതിന്റെ ഒരു പോരായ്മയാണ് കാണിക്കുന്നത്. പക്ഷെ സർക്കാരിന്റെ പോരായ്മല്ല, അതില് ഉൾപ്പെട്ട ജീവനക്കാരുടെ ഒരു പോരായ്മയാണ് അത് സിനിമയിൽ കാണിക്കുന്നത്. അപ്പോ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? ഇതാ പറഞ്ഞത്, അതാ അത്രാണ്ട് ഹിറ്റ് ആയില്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ വേറൊന്നും അല്ല, ഞാൻ നമ്മുടെ ബുക്ക് മൈ ഷോ ഇല്ലേ, ബുക്ക് മൈ ഷോയിൽ ഈ ഒരു സംഭവം കണ്ടപ്പോ എന്താണ് എന്നുള്ള അറിയാനായിട്ട് ഞാൻ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ച് നോക്കിയായിരുന്നു. പക്ഷെ അതിലങ്ങനെ ആരും വലിയ ഇതൊന്നും ഇല്ലാത്ത കാരണം പിന്നെ ഞാൻ വിട്ടു. കാരണം ഞാൻ നോക്കുമ്പോൾ സീറ്റൊക്കെ ഫുൾ കാലിയാ, പിന്നെ തിയേറ്ററും കുറവാണ്, ഷോയും കുറവാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പടം ഫ്ലോപ്പ് ആയിരിക്കും. പടം ഫ്ലോപ്പ് ആണെന്ന് വെച്ചാൽ അല്ല, പടം മീൻസ് എന്താ പറയുന്നത്, ഈ കമേഴ്ഷ്യൽ എത്ര ഹിറ്റ് ആവാൻ സാധ്യതയില്ല. കാരണം എന്താ പറയുക, ഈ സിനിമ ഒരു നല്ലൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്നത് ശരിക്കും. സിനിമയിൽ ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യേണ്ടതും അതിൽ സർക്കാർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും അതിന് ആൾക്കാർ തയ്യാറാവാൻ അവരെ സജ്ജരാക്കുന്ന ഒരു തീമാണ് പടത്തില്. അപ്പോൾ ഇതിൽ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിംഗ് ഒരു ലോ ബഡ്ജറ്റിലായി പോയി പടം മേക്ക് ചെയ്തത്. അപ്പോൾ അത് അതിന്റെ പടത്തിന്റെ ഗ്രേഡിങ്ങിനെ ബാധിച്ചിട്ടുണ്ട്. കാസ്റ്റിങ്ങും വളരെ എന്താ പറയുക, അത്ര വലിയ മുൻനിര നായകന്മാരെയൊന്നും ഉൾപ്പെടുത്താതുള്ള ഒരു കാസ്റ്റിംഗ് ആയിപ്പോയി. സ്വാഭാവികമായിട്ടും ആൾക്കാരെ നമ്മൾ ഈ ഒരു പോസ്റ്ററൊക്കെ വെച്ച് പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേക്കും കാസ്റ്റിങ്ങിന് നല്ലോണം ബാധിക്കുമല്ലോ. അപ്പൊ അതാണ് ഈ പടത്തിൽ. അല്ല, പടത്തിൽ വേറൊരു കുഴപ്പമില്ല. കഥ എങ്ങനെയുണ്ട്? കഥ ഇതാണ് പറയുന്നത്, നമ്മൾ സോഷ്യലി അല്ല ഒരു സൊസൈറ്റിയിൽ നടക്കുന്നൊരു, ഇപ്പൊ അറിയാലോ പോപ്പുലേഷനിലാണല്ലോ നമ്മളൊരു മെയിൻ ഒരു കാര്യമാണല്ലോ നമ്മുടെ ആയത് പോപ്പുലേഷൻ. ഈ പോപ്പുലേഷൻ കൺട്രോൾ ആക്കാനായിട്ട് സർക്കാരെ കുറിച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങളും അതിൽ ആൾക്കാർക്ക് എത്രത്തോളം അവർ ബോധവാന്മാരാണെന്നുള്ളതാണ് ശരിക്കും ഈ പടം. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇതിന്റെ ഫെയിലിയർ വല്ലതും ആണ് കാണിക്കുന്നത്. അതിന്റെ ഒരു ഫെയിലിയർ മീൻസ് ആ ഒരു സംരംഭത്തിന്റെ ഫെയിലിയർ എന്ന് പറയാം. അതായത് സർക്കാർ ഒരു സംഭവം കൊണ്ടുവന്നതിന്റെ ഫെയിലിയർ. അതില് എന്താ പറയുക, ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അതില് ആവശ്യത്തിനുള്ള ഒരു അവയർനെസ് പബ്ലിക്കിന് കൊടുക്കാതെ അവരെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിച്ചു കഴിയുമ്പോൾ അതിന്റെ പോരായ്മകൾ വരാൻ നേരത്ത് അത് ഈ സർക്കാർ ഈ ജീവനക്കാരെ ഏറ്റെടുക്കാൻ തയ്യാറാകാതിരിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ ഫാമിലിക്ക്, ഈ ചെയ്യാൻ സജ്ജരായി വന്ന ഫാമിലികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് പടത്തിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞല്ലോ ബഡ്ജറ്റിംഗ് ഒക്കെ വളരെ ലോ ആയതുകൊണ്ട് നമുക്കൊരു ഇരുന്ന് കാണാനായിട്ടുള്ള ഫീൽ കുറയും. ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫ് വന്നിട്ടുണ്ടെങ്കിൽ പടത്തിന്റെ മൊത്തം മാറിയിട്ട് ശരിക്കും ഞാൻ ഈ പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ആ ഒരു കാര്യം കുറച്ചുകൂടി ക്രൂഷ്യലായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ഫീലിംഗ് കൂടി, ഒരു ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യാൻ തുടങ്ങി സിനിമ. കാരണം ഫാമിലിയാണ് സിനിമ, വേറെ ഒന്നുമില്ല. ആ ഒരു ഫാമിലിയിൽ, ഇത്രയും പിള്ളേരുള്ള ഒരു ഫാമിലിയിൽ പിന്നെയും അതുപോലെ സംഭവിക്കാൻ, അതായത് ശരിക്കും ഈ പടത്തിൽ നല്ലൊരു കാസ്റ്റിംഗ് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും. കാരണം എന്താ പറയുക, ഈ മോഹൻലാലിന്റെ സിനിമ ഉണ്ടല്ലേ ഈ അടുത്തുണ്ടായിരുന്നു നേരെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. പക്ഷെ അതിന്റെ അകത്ത് ലാലേട്ടനും ഇതുപോലുള്ള വലിയ വലിയ കാസ്റ്റിംഗ് ഒക്കെ വന്നുകൊണ്ടാണ് ആ പടം അത്രയും ഹിറ്റ് ആയത്. അതുപോലെ തന്നെ നേരെ പിടിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ബിജു മേനോൻ അല്ലെങ്കിൽ സുരാജ് വെച്ചാറാകുമ്പോൾ അതുപോലത്തെ ഒരാളെ പിടിച്ച് ഈ ഒരു മെയിൻ ലീഡ് റോൾ ചെയ്താലെങ്കിലും പടം കുറച്ചുകൂടി ആൾക്കാരിലേക്ക് പടം എത്തിയാലേ. കാരണം ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഒരു കുറ്റവും പറയാനില്ല പടത്തിൽ. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക, മുൻനിര നായകന്മാരല്ലാത്തവരെ താഴ്ത്തി പറയുന്നതല്ല, പൊതുവെ നമ്മളുടെ ഒരു ഇതല്ലേ പ്രേക്ഷകരുടെ ഒരു കാര്യം അങ്ങനെയല്ല. ഈ ഒരു സിനിമ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ലൊരു, കാരണം ഈ ആക്ടേഴ്സിനെ വെച്ചാണല്ലോ പ്രൊമോട്ട് ചെയ്യുന്നത്. ഫേസ് ഓഫ് ആ ഒരു ഫിലിം ആൾക്കാർ കയറുന്നത് ഇങ്ങനെ വെച്ചിട്ടാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് ശമ്പളം കൂടുതൽ. തീർച്ചയായിട്ടും. അല്ല, ഒരു സൂപ്പർ സ്റ്റാർഡം ഈ പടത്തിന് വേണ്ട. ഒരു അഭിനയിക്കാൻ അറിയാവുന്ന ഒരു അത്യാവശ്യം ജനപ്രീതിയുള്ളൊരു നടൻ. അതായത് ജനങ്ങളെ ആൾക്കാർ ഇങ്ങനെ ഒരു പടമാണ്, ഇങ്ങനത്തെ ഒരു സോഷ്യൽ മെസ്സേജ് ആണെന്ന് ആൾക്കാരെ അറിയണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു ആൾക്കാർ വേണമായിരുന്നു അല്ലെ. അഭിനയിച്ചേക്കുന്നവർ ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും അത്യാവശ്യം നല്ലവരും. പക്ഷെ എന്താണ്, ഫേസ് വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ആൾക്കാർ വരാത്തത്. ഫേസ് വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരെ കാണാൻ വന്ന് കയറി പടം ഹിറ്റായി പോയാണ്. ഹിറ്റാവേണ്ട പടമാണ്, ഉറപ്പായിട്ടും ഹിറ്റാവേണ്ട. കാരണം എല്ലാവർക്കും ഈ പടം അറിയാലോ, ഫാമിലി എന്റർടൈനർ ആണിത്. അതിലവർ കുറച്ച് അത്യാവശ്യം കോമഡി കുറെ ചെയ്യുമ്പോൾ, പിന്നെ കോമഡി ഉണ്ട്, കോമഡി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈ ജീവനക്കാരൻ അജു വർഗീസ് ഒക്കെ ഇല്ലേ, അജു വർഗീസ് ഉണ്ട്. അജു വർഗീസ് ഒക്കെ നല്ലൊരു റോളിലാണ് ആണല്ലേ. പക്ഷേ ഈ ലീഡ് റോള്
അധികം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്താത്തൊരു എനിക്ക് തോന്നുന്നു ആ പുള്ളി എപ്പോഴും ഒരു വില്ലൻ റോൾ, ഗുണ്ട റോളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. രാഷ്ട്രീയ സിനിമയിലൊക്കെ സൈഡ് റോളൊക്കെ ചെയ്യുന്ന ഒരു അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതാണ് എത്തിയ ജനങ്ങളിലേക്ക് അല്ലെ, ഒരുപക്ഷെ എത്തിയിരുന്നെങ്കിൽ കേറിപ്പോയാന്. പക്ഷെ അതല്ല എത്തിയില്ലെന്നുള്ളതല്ല. ഇപ്പൊ എനിക്കിപ്പോ ഈ സിനിമ കണ്ടിട്ട് പറയാനുള്ളത് എല്ലാവരും ഈ സിനിമ കാണണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നല്ലൊരു മെസ്സേജ് സൊസൈറ്റി ഇത് എനിക്കിപ്പോ തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലടാ, ഞാനും ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. അപ്പൊ വലുതായിട്ട് ബുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി ഈ പടം കേറി പോകുന്നുള്ള കാര്യം ഡൗട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നീ പറയുന്ന വെച്ച് ചിലപ്പോ ഇനി OTT-ൽ ഈ പടം ഇറങ്ങുമ്പോ കേറിപ്പോയിരിക്കും. അപ്പോഴായിരിക്കും അറിയുന്നത്. കൊല്ലുന്ന തുല്യമാണ് ശരിക്കും. അതല്ല വേണ്ടത്. ശരിക്കും ഇതുപോലത്തെ സിനിമകളൊക്കെ ആൾക്കാർ പോയി കണ്ട് അവർക്കൊരു പ്രചോദനം കൊടുക്കണോ. അതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രതിസന്ധികളൊക്കെ മാറുള്ളൂ. ശരിയാണ്. ബഡ്ജറ്റ് പടം നോക്കുമ്പോ ഇതാണ് പ്രശ്നം. അപ്പൊ ഉറപ്പായിട്ടും സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ്. സിമ്പിൾ സിനിമയാണ്, സിമ്പിൾ എന്റർടൈനർ ആണ് സിനിമ. ഫാമിലിക്ക് പറ്റിയ സിനിമയാണ്. ഒരു 100% ഫാമിലി എന്റർടൈനർ ആണ് സിനിമ. കുറച്ച് ബോറടി ഉണ്ടെങ്കിലും കഥയുണ്ട്. ബോറടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഞാൻ ബഡ്ജറ്റിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. കളറിങ് അതിൽ ആ ഒരു ഇമ്പാക്ട് ഇതാണ് സിനിമയില് നമുക്ക് കാണാൻ പറ്റാത്തത്. കാരണം കുറച്ചുകൂടി ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡിങ്ങും കാര്യങ്ങളും കുറച്ച് നല്ല ആക്ടേഴ്സ് ഒക്കെ വരുമ്പോഴും പിന്നെ ഒരു നല്ല സോങ് വരുമ്പോഴും. നീ എവിടെ കണ്ട പടം? ഞാനിവിടെ സംഗീതം പോയി. സംഗീതം പിന്നെ തിയേറ്ററിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും. പക്ഷെ അത് കമ്പാരിറ്റീവ്ലി ഓക്കെ ആയിരുന്നു. കുറച്ച് തിയേറ്ററിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, കുഴപ്പമുണ്ടായില്ല. പിന്നെ ഈ ഒരു ചെറിയ സിനിമയാണ്. തിയേറ്ററിന്റെ ആ ഒരു ഇതൊക്കെ വളരെ കുറവാണ്. വളരെ കുറച്ച് തിയേറ്ററിലുള്ള ഈ സിനിമ. ഒരു ഫാമിലി ഓറിയന്റഡ് എന്തായാലും എല്ലാവരും സിനിമ പോയി കാണണം എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ OTT ഇറങ്ങുമ്പോഴെങ്കിലും ഇനി വിജയിക്കട്ടെ. അല്ലാതെ കാരണം എനിക്ക് തോന്നണല്ലോ ഇപ്പൊ ഇത്ര 2-3 ദിവസമായില്ലേ, ഇനിയിപ്പോ തിയേറ്റർ വിജയം. അതെ, ഇപ്പൊ എന്താ പറയുന്ന ഒരു റിവ്യൂ ഒക്കെ ഇങ്ങനെ വലിയ ഒരു റിവ്യൂ ഒക്കെ വന്ന് ആൾക്കാര് ഇപ്പൊ കുറച്ച് പറഞ്ഞ പ്രേക്ഷകരുടെ ആളുണ്ടോ പടത്തിന്? ആളുണ്ടായോ നീ കയറിയപ്പോ? ആവശ്യത്തിന് ഒരു 50% ഓക്യുപ്പൻസി ഉണ്ടെന്ന് പറയാം. 50 ഉണ്ടാവും ഏകദേശം. 15-ഓ 50-ഓ? 50 ഉണ്ടാവും അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ ഭാരത സർക്കാർ ഉൽപ്പന്നമായാലും സർക്കാർ ഉൽപ്പന്നമായാലും പടത്തിന്റെ മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് അവർ കൺവേ ചെയ്തിട്ടുണ്ട് കറക്റ്റാണ്.